ഹേ ഗൈസ്, പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ മൂവിന്റെ റിവ്യൂ ആയിട്ടാണ്. ഓക്കെ, ഇത് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച മൂവിയാണ്, റിവ്യൂ ആണ്. ഇത് ഈ എടുത്തിട്ട് OTT ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത് ശരിക്കും ഇറങ്ങിയത് ഒരു 5 മാസം മുമ്പ്. ഈ വർഷം തന്നെ കുറച്ച് നാൾ മുന്നെയാണ് തിയേറ്റർ റിലീസ് ഉണ്ടായത്. ഞാൻ OTT വന്നപ്പോഴാണ് കണ്ടത്. ഓക്കെ, ഇതിൽ മെയിൻ ക്യാരക്ടർ ഇത് ആസിഫ് അലിന്റെ മൂവിയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആസിഫ് അലി. ഇതില് പിന്നെ ഇത് ഡയറക്ടർ ആൻഡ് റൈറ്റർ സേതുനാഥ് പത്മകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ പ്രൊഡ്യൂസർ എയ്സാം സലാം എന്ന് പറഞ്ഞ ആണ്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് ക്രൈസ്റ്റ് ജോബി, രാഹുൽ രാജ്, ബിജിപാൽ അങ്ങനെ പറഞ്ഞ ആളാണ്. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മ്യൂസിക് ഡയറക്ടേഴ്സ്. ഓക്കെ, പിന്നെ OTT ഇറങ്ങിയിരിക്കുന്നത് Zee5ലാണ്. പിന്നെ ഇത് മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ കോമഡി ഉണ്ട്, പിന്നെ കോമഡി ഡ്രാമ, പിന്നെ ഫാമിലി റിലേറ്റഡ് ഒരു മാരേജ്. ഫസ്റ്റിന് ഇത് തുടങ്ങുന്നത് തന്നെ മാരേജ് ഇതിന്റെ സീൻസ് കാണിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇതിന്റെ മൊത്തം തുടക്കം പറയുന്നത്. എന്നിട്ട് പിന്നെ സ്റ്റോറി ലൈൻ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഇവരുടെ ഫാമിലി ഇവര് ഇപ്പോൾ ഈ ഇതിൽ ആസിഫ് അലിന്റെ ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞാൽ സഹദേവൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇതില് ആക്ട്രസിന്റെ പേരും ഇതും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് ഇതുമാണ്. അപ്പോൾ അത് സംഭവം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പോകുന്ന സമയത്ത് എന്തോ ഒരു സിറ്റുവേഷനിൽ ഈ ഭാര്യ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ വരുമ്പോൾ ഈ ആസിഫ് അലീനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഒരു കേസ് കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചു. പക്ഷെ ഈ കേസ് പിന്നെ ഈ പോലീസുകാരെ ഇത് വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴാണ് ഇത് ഞാൻ സ്പോയിലർ അടിപ്പിക്കില്ല. ഇതിപ്പോ പറഞ്ഞാലും ഇതിന്റെ കഥ ചെറിയ ഇതായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന് ചെറിയൊരു അപ്പൊ ഇത് ഫേക്ക് അലിഗേഷൻസ് കൊടുത്തിട്ട് അപ്പൊ ഇതൊക്കെ കോർട്ടിലേക്ക് വരുമ്പോ ഈ കേസിന്റെ ഇത് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ആണുങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ്, കൂടുതലും സ്ത്രീകൾക്കൊരു ഇത് കിട്ടുമ്പോ അത് എന്താ പറയാ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നത്. അതിനെപ്പറ്റി കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി കോർട്ടിലത്തെ സീൻസ് ഒക്കെ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ആണുങ്ങള് ശരിക്കും ഇവിടെ നടക്കുന്ന സംഭവങ്ങള് ശരിക്കും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മെയിൻലി ഈ മൂവിന്റെ ഒരു ഇതിൽ നിൽക്കുന്നത്. പക്ഷെ നല്ല രീതിയില് അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെടാനുള്ള റീസണും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഒരു സീനും ഉണ്ടാവില്ല, അത് തെളിയിക്കപ്പെടൂല. അങ്ങനത്തെ ഒരു സെൻസ് ഓഫ് ഇതാണ് നടക്കുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ അവസാനം ഇത് അവസാനം ഇതിനു വേണ്ടി അന്വേഷിച്ചൊക്കെ പോയി ഇതിനുള്ള പ്രോപ്പർ പ്രൂഫ് അടക്കം വെച്ച് അവസാനം കേസ് ഇതായിട്ട് ജയിക്കും.
അപ്പോൾ ഇത് നിങ്ങൾ ഈ മൂവി കണ്ടു നോക്കുക. കാണാത്തവരാണെങ്കിൽ OTT യിലുണ്ട്, ZEE5-ലാണുള്ളത്. ഓക്കെ, OTT റിലീസായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറേ അത്യാവശ്യം കുറച്ച് റീച്ചൊക്കെ കയറി, പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നെക്സ്റ്റ് മൂവി റിവ്യൂസായിട്ടൊക്കെ ഞാൻ വരും. ഇപ്പോൾ കുറച്ച് ചിലപ്പോൾ ഡിലേ ഒക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി റിവ്യൂസായിട്ട് വരും. ഇനിയിപ്പോൾ ഞാൻ ലൈക്ക് സീരീസൊക്കെ ഞാൻ റിവ്യൂ ചെയ്യാണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ആനിമേൻ്റെ കേസ് ഞാൻ നോക്കിയിട്ടൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് വരും. പിന്നെ വ്ളോഗ്സിൻ്റെ കേസ് അത് ഞാൻ നോക്കിയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.